ബിഗ് ബോസിന്റെ വീട്ടിന്റെ ഉള്ളിൽ ഇപ്പൊ അധികം നടക്കാത്തത് കൊണ്ടാണ് ഇപ്പം വെളിയിലെ ഡ്രാമ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. സോ മേ ബി ദാറ്റ്സ് വൈ പീപ്പിൾ ആർ ട്രൈയിങ് ടു ക്രിയേറ്റ് കോണ്ടന്റ്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ണിച്ചാറിന്റെ കൂടെ പുള്ളി ഭയങ്കര കെയറിങ് ആണ്. കാലിലൊരു മുള്ള് നിറച്ചാൽ തന്നെ ഉള്ള മേക്കപ്പ് മാൻമാരെ ഫുള്ള് വിളിച്ചിട്ട് കൊണ്ടുവരും. ആരുടെ കയ്യിലാണ് യൂഡി ഇല്ലാതെ അതെടുത്തിട്ട് അടുപ്പിച്ചിട്ടേ വിടുള്ളൂ. എനിക്കറിയാം ഫെയിമിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ കയറുന്നതും ഡ്രാമ ഒക്കെ വേണല്ലോ, കോണ്ടന്റ് വേണം. സോ കോണ്ടന്റ് കൊടുക്കാൻ വേണ്ടിട്ട് പലവരും പലതും ചെയ്യും. ബട്ട് നമ്മളെ എത്തിക്സ് എപ്പോഴും മനസ്സിൽ ഓർക്കണം, അത്രേ ഉള്ളൂ. നിങ്ങൾ കുത്തും പറയുന്നവർ ആദ്യം ചോദിക്കണം, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഫോർ സൊസൈറ്റി? പോസിറ്റീവായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങനൊക്കെ പറയാൻ. അതർവൈസ് വി ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു മറ്റവരെ താക്കാൻ. ഒരു കാത്ത ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. Hi, hello, namaskaram. You are watching Milestone Makers and I am Shweta Purnima. Havyora Presents Colorful Stories ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഇന്ത്യയിലെ ആദ്യത്തെ AI themed മൂവി നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങാൻ പോവാണ്. ആൻഡ് അതിന്റെ പ്രൊമോഷൻസ് തകർത്ത് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എൻ്റെ കൂടെ അതിലെ നായികയായ മലയാളി അല്ലെങ്കിൽ പോലും മലയാളികളുടെ മനസ്സിലേക്ക് ഇടം പറ്റിയ നമ്മുടെ സ്വന്തം ടീച്ചർ അപർണ മൽബറി. ഹായ്. താങ്ക് യു. ആൻഡ് നമ്മുടെ സ്വന്തം ശ്രീപത് അല്ലെ? ഹായ്. നമ്മുടെ പുറത്തിലൂടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കയറിയ ചെറിയ മോനാണ്. ഹൗ ആർ യു? ഫൈൻ. ഹൗ ആർ യു അപർണ? വെരി ഗുഡ്, താങ്ക് യു. ഓക്കെ, അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ AI തീംഡ് മൂവി ആണല്ലേ? അപ്പം എങ്ങനെയാണ് ഇതിപ്പോ നിങ്ങൾ രണ്ടുപേരിലേക്ക് ഈ ഒരു മൂവിയുടെ ഒരു വിഷയം വന്നത്? നീ പറഞ്ഞോ? ഈ ഒരു വിഷയം വന്നത് ഒരു ദിവസം അച്ഛൻ്റെ കയ്യിലോട്ട് നമ്മളുടെ ഷൈജേട്ടൻ വിളിക്കുകയാണ്, ഇതിന്റെ അസോസിയേറ്റ്. ഷൈജേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു മൂവി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ സ്റ്റോറി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഡയറക്ടറുടെ നമ്പർ തന്നു. അപ്പൊ അച്ഛൻ അത് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇതൊരു വെറൈറ്റി മൂവിയാണ്, അതുപോലെ റോബോട്ടിന്റെ ഒരു മൂവി ആയതുകൊണ്ട് ഞാൻ ഓക്കെ ആണ്. എനിക്ക് റോബോട്ടിന്റെ മൂവിയാണ് എന്ന് പറഞ്ഞിട്ട് കഥ തുടങ്ങുമ്പോ എനിക്കിത് വേണമെന്ന് പറഞ്ഞു. ഫുൾ ത്രിൽഡായി. റോബോട്ടോ എന്നൊക്കെ ആയിപ്പോയല്ലേ? കഥ കേൾക്കാൻ നിന്നില്ല ഞാൻ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു നമുക്കൊരു ദിവസം കാണാൻ പോണെന്ന് പറഞ്ഞു. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ഫുട്ബോൾ കളിക്കാൻ പോകും. അതുവരെ ഒഴിവാക്കിയിട്ട് ഞാൻ പോയി. കണ്ണൂരാണല്ലോ വീട്. അപ്പോ ഡയറക്ടറുകളുടെ അങ്ങോട്ടേക്ക് വന്നു പോയി. എന്നിട്ട് ഇത് കഥ കേട്ടു, ഇങ്ങനത്തെ ഒരു കഥയാണെന്നുണ്ട് അതിന്റെ വൺലൈൻ പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, അതില് ഫുൾ സിഗ്നേച്ചർ ഒക്കെ നമ്മളെ ഹീറോ ആണ്. അതെ, നമ്മുടെ ഹീറോ ഇതാ നിക്കണു. ഓക്കെ, അപ്പൊ അപർണയ്ക്ക് എങ്ങനെയാണ് ഈ ഒരു മൂവി വന്നത്? ബിക്കോസ് ഓഫ് ബിഗ് ബോസിന്റെ ഇൻഫ്ലുവൻസ് തിങ് ആണോ? സോഷ്യൽ മീഡിയ വഴി എന്റെ സ്കിറ്റ്സ് ഒക്കെ കണ്ട് അങ്ങനെയാണ് അതിന് പറ്റിയുള്ളൊരു റോളാണെന്ന്. പിന്നെ ടീച്ചറും കൂടിയാണല്ലോ. അപ്പം ഇതില് എന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഞാനാണ്. ഇതിന്റെ AI മോണിക്ക ആണ് ക്യാരക്ടർ നെയിം. അപ്പോൾ എന്നെ ഡയറക്ടർ വന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ഒരു ക്യാഫിൽ നമ്മൾ മീറ്റ് ചെയ്ത് കഥ പറഞ്ഞപ്പോൾ തന്നെ ഐ വാസ് ലൈക്ക് വാവ്, എനിക്ക് ഈ ക്യാരക്ടറായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഏകദേശം എൻ്റെ ഒരു സിമിലർ പേഴ്സണാലിറ്റി ഉള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. ഒരു മദർലി ടീച്ചർ, വെരി അഫെക്ഷനറ്റ് ആയിട്ടുള്ളൊരു റോളും കൂടി ആണ്. ഞാനും അങ്ങനെയാണ്. സോ എനിക്കൊരു ഉടനെ തന്നെ ഒരു കണക്ഷൻ തോന്നി. ദിസ് ഫീൽസ് ലൈക്ക് ഒരു ഗുഡ് ഫിറ്റ്. അതും ഞാൻ കുറേ ഡിഫറെൻറ്റ് മൂവീസിൽ നിന്ന് എനിക്ക് ലൈക്ക് ഈ റോൾ വേണോ, ഇങ്ങനെ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് മൂവിക്ക് ഒരു കിടിലം സ്റ്റാർട്ട് വേണം, കുഞ്ഞ് റോള് പോരാ, ലൈക്ക് വി നീഡ് സംതിങ്. അതുകൊണ്ട് ഫൈനലി ഇത് കേട്ട് വാസ് ലൈക്ക് ഓക്കെ, ഐ തിങ്ക് ദിസ് ഇസ് ഇറ്റ്, എൻ്റെ ഡേ ആയി എന്ന് ഒരു തോന്നൽ വന്നു. പിന്നെ ഡയറക്ടറൊക്കെ വന്ന് ഇറ്റ് ലൈക്ക് ഭയങ്കര ഒരു സപ്പോർട്ട് ഫീലിംഗ് കൂടി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു സ്റ്റോറി കേട്ടപ്പോൾ തന്നെ വാസ് ലൈക്ക് വാവ്, ബ്യൂട്ടിഫുൾ സ്റ്റോറി. നമ്മൾ ഇതുവരെയായിട്ടും കേൾക്കാത്തൊരു സ്റ്റോറി തന്നെയാണ്.
ഈവൻ റോബോട്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ റോബോട്ട് അല്ല AI ആണ്. അപ്പം ഈ സാധനമല്ല, ഒരു ഹ്യൂമൻ ടച്ച് ഉള്ളൊരു AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പുതിയ സംഭവമാണ്. ലൈക്ക് യു സെഡ്, ഇന്ത്യയുടെ ഫസ്റ്റ് മൂവിയാണ്, ഇന്ത്യയുടെ ഫസ്റ്റ് AI തീം മൂവിയാണ്. അതും നമ്മളെ മലയാളം സിനിമയിൽ ഇൻഡസ്ട്രിയിൽ വന്ന്. So it's like to be a part of this, like wow, thank you for this opportunity. Yeah. Okay, അപ്പം നമുക്ക് ആകെ പ്രേക്ഷകർക്ക് അറിയുന്നത് ഈ ഇങ്ങനെ ഒരു പോസ്റ്റർ മാത്രമാണ്, ഇങ്ങനെ ഒരു ടാഗ് ലൈനും ആണ്. സോ നമ്മൾ ഇത് കാണാൻ പോകണമെങ്കിൽ നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടത് ആക്ച്വലി സ്പീക്കിംഗ്? സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. ഒരു കുഞ്ഞു കുട്ടിയുടെ കഥയാണ്. അപ്പൊ കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ അനുഭവിക്കേണ്ട, he has a hard life basically, അല്ലേ? അത് എന്താണ്, ആ കുട്ടിക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല വീട്ടിൽ നിന്ന്, അമ്മേന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന്. എല്ലാ സമയം അനിയത്തിയുടെ കൂടെ അനിയത്തിക്ക് കഥ പറഞ്ഞു കൊടുക്കും, മകന് പറഞ്ഞു കൊടുക്കുന്നില്ല. ആ ഒരു ടൈപ്പ് സംഭവങ്ങള്. അതുപോലെ തന്നെ ഞാൻ ഇതുവരെ ചെയ്ത മൂവികളിൽ ഞാൻ ആദ്യമായിട്ട് തെയ്യത്തിന്റെ മുഖത്ത് എഴുതുന്നത് ആ മൂവിയിലാണ്. ഓ വാവ്. അപ്പൊ ഓൾറെഡി മോൻ കണ്ണൂരിൽ നിന്നാണ്, അപ്പം ആ ഒരു സംഭവം ഉണ്ടല്ലോ. അറിയാം എനിക്കെല്ലാം. ഓക്കെ, അപ്പം എന്നിട്ട് തെയ്യം കെട്ടുന്ന രീതിയിലൊക്കെ ഉണ്ടോ സീൻസ്? ഇല്ല, ജസ്റ്റ് മുഖത്ത് മാത്രം. ഓക്കെ. പിന്നെ ബാക്കി ഫുള്ള് ഇത്ര വരെ ഡ്രസ് ഇല്ല, എവിടുന്ന് കൊണ്ടുകൊടുത്തിട്ട്. ആണല്ലേ. അപ്പം AI എങ്ങനെയൊക്കെയാണ് ഇതിൽ കൂടെ ഹെൽപ്പ് ചെയ്യുന്നത് ത്രൂ ഔട്ട്? അപ്പൊ ഞാൻ ഈ AI-നെ അമ്മയായിട്ടാണ് കാണുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റൂടാ, നമ്മളെ സീക്രട്ട് അല്ലേ? ഓക്കെ ഓക്കെ. അല്ല, അത് അഷ്റഫ് അവിടുന്ന് പറഞ്ഞോണ്ടാണ് ഞാനത് ഇവിടെ വന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ, എന്നാ നമുക്ക് പറയാം. കുഴപ്പമില്ല കുഴപ്പമില്ല, നമുക്ക് അത് അവിടെ തന്നെ വെക്കാം. അപ്പൊ മുതുകാട് സാറ്, അതെ മുതുകാട് സാർ ഇതില് മജീഷ്യൻ തന്നെ ആയിട്ടാണോ? ആക്ച്വലി കുറെ നാൾക്ക് ശേഷം ഹി വാസ് നോട്ട് ഡൂയിങ് എനി മാജിക്, അല്ലേ? മാജിക് ഒക്കെ വിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈം കുറെ നാൾക്ക് ശേഷം ഹീസ് ഡൂയിങ് മാജിക് നമ്മളുടെ പടത്തില്. അപ്പൊ അതും ഒരു ബിഗ് സ്റ്റെപ്പ് തന്നെയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സാറിന്റെ ഒപ്പം? സത്യം പറഞ്ഞാൽ എനിക്ക് മുതുകാട് സാർ അച്ഛനായിട്ടും അപർണ ചേച്ചി അമ്മയായിട്ടുമാണ്. ഓക്കെ. വേറൊരു അമ്മയും അച്ഛനുമായിട്ട്. ഓ ഓക്കെ. അപ്പൊ ഫസ്റ്റ് മൂവി മോന്റെ ഏതായിരുന്നു? അല്ല, താത്തവളയുടെ താന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ, അതിലത്തെ കാര്യം. അപ്പൊ മാളികപ്പുറത്തെ ഒരു തുളസി പി എന്നുള്ള ക്യാരക്ടർ ഉണ്ടായിരുന്നല്ലോ, ആക്ച്വലി ശ്രീപദന് ഒരു തുളസി പി ഉണ്ടോ? ഇല്ല, കള പറയരുത്. ഇല്ല ഇല്ല. ഏത് സ്കൂളിലാണ് പഠിക്കണേ? ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പെരിയാരം, 5th. എന്നിട്ടൊരു തുളസി പി ഇല്ലെന്നാണോ പറയണേ? ഇല്ല. പക്ഷെ എന്തായാലും കൊറേ തുളസി പീപ്പിമാര് പുറകെ ഉണ്ടാവില്ലേ? അതെനിക്കറിയാം. ഭയങ്കര സൂപ്പർ സ്റ്റാർ ഒക്കെ ആയില്ലേ, അപ്പൊ എന്തായാലും കുറച്ച് ഫാൻസ് ഒക്കെ ഉണ്ടാവില്ലേ? ഫാൻസ് ഉണ്ട്, പക്ഷെ ഇല്ലാന്നുണ്ടോന്ന് എനിക്കറിഞ്ഞൂടാ. ഓക്കെ, പോട്ടെ, സാരില്ല. അപ്പം ദേവനന്ദയുടെ കൂടെയാണ് ഇപ്പൊ മാളികപ്പുറം ചെയ്തത് അല്ലെ? അപ്പൊ ഇപ്പോഴും നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ഒക്കെ ആണോ? വിളിക്കാറുണ്ട്. പിന്നെ അവളിപ്പോ ഗൂ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്, അതിന്റെ കുറച്ച് തിരക്കിലാണ്. ഓക്കെ, അപ്പൊ പുതിയ മൂവി ഇപ്പൊ ഇറങ്ങാൻ പോവാ അല്ലെ ദേവനന്ദയുടെ? ഒരുമിച്ച് രണ്ടുപേരും 16th റിലീസ് ആവും. ഓക്കെ, അപ്പൊ രണ്ടുപേരും സെയിം ടൈമിൽ 2 മൂവീസ് ഒക്കെ ഇറക്കി ഭയങ്കര കോമ്പറ്റീഷൻ ആണോ രണ്ടുപേരും തമ്മില്? അങ്ങനെയൊന്നുമില്ല, ഫ്രണ്ട്ലി. ഇൻസ്പിറേഷൻ ആണോ? അങ്ങനെ ചോദിച്ചാ ഇച്ചിരി കുറച്ച്. ഉണ്ണിമൂന്നിന്റെ കൂടെയൊക്കെ ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അഭിനയൊക്കെ? ഉണ്ണിച്ചാറിന്റെ കൂടെ പുള്ളി ഭയങ്കര കെയറിങ് ആണ്. കാലിലൊരു മുള്ള് നിറച്ചാൽ തന്നെ ഉള്ള മേക്കപ്പ് മാൻമാരെ ഫുള്ള് വിളിച്ചിട്ട് കൊണ്ടുവരും. ആരുടെ കയ്യിലാണ് യൂഡി ഇല്ലാതെ അതെടുത്തിട്ട് അടുപ്പിച്ചിട്ടേ വിടുള്ളൂ. പക്ഷെ യൂഡി അടിച്ചാലും വേദനയാണ്, എന്നാലും കെയർ ചെയ്യും നന്നായിട്ട്. അതെ അല്ലേ. ഇപ്പൊ ആസ് എ ടീച്ചർ യു വുഡ് നോ കുട്ടികളുടെ എത്രത്തോളം ഈ ഒരു ടെക്നോളജിയിലേക്ക് സ്റ്റൂപ്പിംഗ് ആണെന്ന് അല്ലേ? അപ്പോ ഡു യു തിങ്ക് ഇത് കുട്ടികൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി മാറും എന്നുള്ള, അല്ലെങ്കിൽ അവർക്കൊരു നെഗറ്റീവ് ഇമ്പാക്ട് വരും എന്ന് തോന്നുന്നുണ്ടോ? ദ തിങ് ഈസ് ലൈക്ക് നമ്മൾ ഓൾറെഡി കാണുന്ന ഒരു സംഭവം ഇസ് ലൈക്ക് നമ്മളെ കുട്ടികളും നമ്മളെ ജനറേഷൻ പോലും ഫുൾ ടൈം ഫോണിലും കമ്പ്യൂട്ടറിലെ ഈ ടെക്നോളജിയിലാണ്. ആ കണക്ഷൻ ഇപ്പോഴും വിട്ടു പോകുന്നുണ്ട്. പക്ഷെ ഈ മൂവി മോണിക്ക ഒരു AI സ്റ്റോറി വഴി we are seeing the importance of keeping that human connection, the love, compassion, ആ ഒരു സപ്പോർട്ട്. ഈ ഒരു സിനിമ വഴി അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഓർക്കുന്നു. ഈ ഒരു ടൈം ഡേ ആൻഡ് ഏജിൽ നമ്മൾ അത് we are becoming more distant to connection, human bond and connection.
ബട്ട് ഈ ഒരു മൂവി വഴി വി ആർ റിമെമ്പറിങ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അവയർനെസ് കൂടിയാണ്. ആണ്. നല്ലൊരു മെസ്സേജ് ആണ് ഈ ഒരു മൂവിയിൽ പോർട്രേ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. സോ യു സെഡ് ഇപ്പം ബീങ് എൻ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഇപ്പം ബിഗ് ബോസിന്റെ വഴിയാണെങ്കിൽ പോലും ആ ഒരു ഫെയിം എന്തായാലും അടിച്ചു കയറി മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുവഴി മൂവീസിന്റെ ഓപ്പർച്യൂണിറ്റീസും വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ ബീങ് എ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇപ്പോൾ ബിഗ് ബോസ് കാണാറുണ്ടോ പറഞ്ഞ? ഈ വർഷം ഞാൻ അങ്ങനെ കാണാറില്ല. ആദ്യം കുറച്ച് എപ്പിസോഡ്സ് ഒക്കെ കണ്ടപ്പം ഓക്കെ ആയിരുന്നു. പിന്നെ എവിടോ വെച്ചിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് പോയി. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ജെന്യുവൻ ആയിട്ട് അവര് അത് ഭയങ്കരമായിട്ട് പഠിച്ച് ഇങ്ങനെ ആവണം എന്നൊക്കെ പഠിച്ചിട്ട് കയറി പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് റിയൽ ആ ഒരു ഓത്തന്റിസിറ്റി അവിടെ മിസ്സിംഗ് ആണെന്ന് തോന്നി. ലൈക്ക് ഒരു റിയൽ തിങ് ഇല്ലാത്ത രീതിയിൽ ഒരു പ്ലാസ്റ്റിക് ആയിട്ട് തോന്നാറുണ്ടോ? എക്സാക്ട്ലി. ലൈക്ക് എന്റെ നമ്മളെ സീസണിൽ we were all ഒരുപാട് ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ഉണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടർ ഹാഡ് their own personality. ഇപ്പൊ അത് കാണുന്നില്ല. they are trying to imitate എന്തോ. സോ അത് കുറച്ച് അൺഫോർച്ചുനേറ്റ്. കാരണം അത്രയ്ക്കും ആൾക്കാർ കാണുന്ന ഒരു ഷോ കൂടിയാണ്. അപ്പൊ നമുക്ക് കുറച്ച് പോസിറ്റീവ് ഇമ്പാക്ട് ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. പക്ഷെ ഒന്നും വരുന്നില്ല ഈ സീസൺ. പുറത്തോട്ട് ഇപ്പം ലാലേട്ടൻ പറഞ്ഞല്ലോ ഇനി മാറ്റി പിടിക്കാം എന്ന് തന്നെയായിരുന്നു ബിഗ് ബോസിന്റെ ടാഗ് ലൈൻ. എന്നിട്ട് മാറ്റി പിടിച്ചു എന്നാണ് തോന്നുന്നത് പറഞ്ഞിട്ട്. ഒന്നും മാറ്റി പിടിച്ചിട്ടില്ല. എന്തെങ്കിലും താഴത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ I think so because we're not seeing authenticity and people ആൾക്കാർക്ക് അതാണ് കാണുന്നത്. ബോണ്ട് എവിടെ? where is the bond between the people? ആൾക്കാർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആയാലോ ഒന്നും റിയൽ അല്ല എന്ന് പോലെ എനിക്ക് തോന്നുന്നു. അതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ കണ്ട് നിർത്തിയത്. തോന്നില്ല കാണാൻ. കാണാറുണ്ടോ? കാണാറുണ്ടോ ബിഗ് ബോസ്? ഞാൻ കുറവാണ്. എന്റെ ചേച്ചി എല്ലാ ദിവസവും കാണും, ഫാനാണ്. അതുപോലെ വിഷ്ണു ചേട്ടൻ കാണും. വിഷ്ണു ഉണ്ണികൃഷ്ണൻ. വിഷ്ണു ചേട്ടൻ എല്ലാ ദിവസവും മൂവി ചെയ്യുന്നുണ്ടല്ലേ വിഷ്ണു ചേട്ടൻ്റെ കൂടെ. വിഷ്ണു ചേട്ടൻ കാണും. വിഷ്ണു ചേട്ടന് ചില ദിവസമൊക്കെ നൈറ്റ് പോവാറുണ്ട്. അപ്പൊ അടുത്ത ദിവസം ഉച്ചക്ക് ബ്രേക്കിന് വേഗം ഓടി പോയിട്ട് ഫുഡ് കഴിക്കും. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ബിഗ് ബോസ് കാണോ? ഷോ. അപ്പൊ ശ്രീപത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ ആരാ ബിഗ് ബോസിലെ? സോറി, ഈ സീസൺ ആണോ? ഈ സീസൺ ചോദിച്ചാ ഗബ്രിയാണോ? വിഷമായോ? ഇല്ല, വിഷമം ഉണ്ടായില്ല. അതിനുശേഷം മാറിയല്ലോ. അതിനുശേഷം ജിൻഡോ ആയി. പിന്നെ ആരുമില്ലാതായി. ഇപ്പൊ ആരുമില്ലാതായി. ഷോ. ഓക്കെ. അപ്പൊ അപർണയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ല എന്നുള്ളതുണ്ടോ? Not really, to be honest. ഞാൻ കാണുന്നുമില്ല. I don't feel like ഡിസേർവിംഗ് ആയിട്ടുള്ള വിന്നർ അതിലുണ്ട് എന്ന്. മേ ബി കുറച്ച് സീസൺസ് കഴിയുമ്പോൾ എപ്പിസോഡ്സ് കഴിയുമ്പോൾ മേ ബി സംതിങ് ഐ ഡോണ്ട് നോ. ഇപ്പൊ നമ്മുടെ അഖിൽമാര അങ്ങനെ കുറച്ച് വിന്നേഴ്സ് അവരൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അഗൈൻസ്റ്റ് ഓൾ ദീസ് ബിഗ് ബോസ്. അതായത് ഇപ്പം ഉള്ളിലൊരു ഡ്രാമ നടക്കുന്നുണ്ട്, പുറത്തൊരു ഡ്രാമ നടക്കുന്നുണ്ട്, കാസ്റ്റിംഗ് കൗച്ച് സീൻസ്, അതിലേക്ക് കയറാൻ വേണ്ടി പൈസ കൊടുക്കുന്നു, കയറാൻ വേണ്ടി പൈസ വേണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് അലിഗേഷൻസ് ഓർ ആക്ച്വൽ തിങ്സ് ഐ ഡോണ്ട് നോ അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? അങ്ങനെയൊക്കെ ഉണ്ടോ? ഇൻ മൈ നോളജ് ഞാൻ ഇതുവരായിട്ടും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ അല്ല കയറിയത്. എനിക്ക് മറ്റവരുടെ സ്റ്റോറിയിലും എനിക്ക് അങ്ങനെ അറിഞ്ഞൂടാ. സോ എൻ്റെ അറിവിൽ ഐ ഹാവ് നോ ഐഡിയ. ബട്ട് എല്ലാ ഇൻഡസ്ട്രിയിലും ദർ ഇസ് ഓൾവേസ് സം ടൈപ്പ് ഓഫ് കോൺട്രവേഴ്സി. അപ്പം എനിക്ക് തോന്നുന്നു ലൈക്ക് ബിഗ് ബോസിന്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഇപ്പം അധികം നടക്കാത്തത് കൊണ്ടാണ് ഇപ്പം വെളിയിൽ ഡ്രാമ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. സോ മേ ബി ദാറ്റ്സ് വൈ പീപ്പിൾ ആർ ട്രൈങ് ടു ക്രിയേറ്റ് കോണ്ടന്റ്. ഉള്ളിലില്ലാത്തത് കൊണ്ട് വെളിയിൽ കോണ്ടന്റ് ഉണ്ടാക്കുന്നു. ഈ ഇടയ്ക്ക് ഫുക്രു എന്തോ സ്റ്റോറി ഇട്ട് ലൈക്ക് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിനെ കുറിച്ചാണ് നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ? അഖിൽമാരാണോ? അങ്ങനെ അവിടെ ഇല്ലാത്ത ആൾക്കാരുടെ പേരായിരുന്നു പ്രസന്റ് ചെയ്തത്. അത് തന്നെയാണ് ആ സമയത്ത് നടന്നുകൊണ്ടിരുന്നത്. എല്ലാരും പുറത്തുള്ള ആൾക്കാരുടെ കാര്യങ്ങളാണ് നടക്കുന്നത്. ആൻഡ് ഇപ്പം എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് അവര് ചെയ്യുന്നതും പുറത്തുള്ള നമ്മുടെ ശ്വേത ചേച്ചീനെ ആണെങ്കിലും സബു ചേട്ടനെയൊക്കെ ഉള്ളിലേക്ക് വിടുന്നത് എന്തെങ്കിലും ഉണ്ടാക്കൂ എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ പോവാൻ ചാൻസ് കിട്ടിയ ഇനി പോവോ? എന്തെങ്കിലും ഒരു ടാക്ടിക് ആയിട്ട് പോവോ? എന്തിനാ പോവാണെങ്കിൽ ഞാൻ എന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടങ്ങ് പോകും. എല്ലാവരും ഇപ്പൊ ബിഗ് ബോസിൽ പോവാൻ താല്പര്യമില്ല ഇനി വിളിച്ചാ പോലും ഒരു ഐ മീൻ വിളിച്ചാ ഓക്കെ. ലൈക്ക് അവിടെ എന്തെങ്കിലും ടാസ്ക് ഉണ്ടെങ്കിൽ ടാസ്കിൽ നമുക്ക് അടിച്ചു പൊളിക്കാവല്ലോ. അത് ഫണ്ണായിട്ട് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഇറങ്ങാമല്ലോ. അത് നമ്മളെ റിയാലിറ്റി ആവില്ല. ഗെയിമിന്റെ ഭാഗത്തിൽ തിരിച്ചു പോകണമെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് ഐ വുഡ് എവർ ഗോ ബാക്ക്. ബട്ട് ജസ്റ്റ് ഒരു ഗസ്റ്റ് ആയിട്ട് പോവാൻ ഷുവർ, വൈ നോട്ട്. ഓക്കെ. അതിന്ന് ഇറങ്ങി വന്ന് കഴിഞ്ഞ ദിവസം തൊട്ട് ഫുൾ എത്ര ദിവസം അപർണ നിന്നിട്ടുണ്ടായിരുന്നു? 56 days. അപ്പൊ അത് കഴിഞ്ഞ് വന്നപ്പോ എങ്ങനെയായിരുന്നു ദ ഹോൾ മൈൻഡ് സെറ്റ് ഓഫ് യോഴ്സ്? മൈൻഡ് സെറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ജൂപ്പിറ്റർ, വേറെ പ്ലാനറ്റ് ആണ്. നമ്മൾ എർത്തിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ സൂര്യൻ മേലാണോ താഴാണോ പോലും നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ അതുപോലും ക്ലോസ്ഡ് ആണ്. വി ഡോണ്ട് നോ ദ ടൈം, വി ഡോണ്ട് നോ എനിത്തിങ്. ആ ലൈറ്റ് ഒരിക്കലും ഓഫ് ആക്കില്ല. സോ നമ്മൾ നല്ലപോലെ സ്ലീപ്പ്, ഉറക്കം ശരിയാവുന്നില്ല, ലൈക്ക് അത്രയും ഭക്ഷണവും കിട്ടുന്നില്ല. അപ്പൊ എല്ലാം ഒരുമാതിരി ഇങ്ങനെ മിക്സ്ഡ് സ്റ്റേറ്റ് ആണ്, കൺഫ്യൂഷൻ, എല്ലാം കെയോട്ടിക് ആണ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ. സോ ആ ഒരു സർവൈവൽ സ്റ്റേജിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ വി ഹാവ് ടു റിമെമ്പർ എങ്ങനെയായിരുന്നു നമ്മൾ എർത്തിൽ ജീവിക്കേണ്ടത്. ഇറ്റ് ടേക്ക് സം ടൈം ടു റീ അഡ്ജസ്റ്റ്. ഇറ്റ് റിയലി ടേക്ക് സം ടൈം. സോ എൻ്റെ ഇതിൽ നിന്ന് ലൈക്ക് ഐ ഹാഡ് കുറച്ച് ഈസി ആയിട്ടുള്ള എക്സ്പീരിയൻസ്. അധികം ട്രിഗർ ഒന്നും ആയില്ല, അധികം കോൺഫ്ലിക്റ്റ് വന്നിട്ട് അങ്ങ് ഇറങ്ങി. എന്നിട്ടും ഇറ്റ് ടുക്ക് മീ ടൈം ടു അഡ്ജസ്റ്റ്. സമയം എടുക്കും, ബിക്കോസ് നമ്മളെ ബ്രെയിൻ വേവ്സ് ആണ് ഉള്ളിൽ കയറുമ്പോൾ മാറുന്നത്. സോ എല്ലാത്തിനും സമയം എടുക്കും. ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ നിന്ന് ഇറങ്ങിയവരൊക്കെ ഭയങ്കര ഒരു മെന്റലി ഒന്ന് ഭയങ്കര ഡൗൺ ആയിട്ടാണ് അതിൽ നിന്ന് ഇറങ്ങി വരുന്നത്. മിക്കവർക്ക് സംഭവിക്കും. അതെ അല്ലേ? ഐ എം അഫ്രെയ്ഡ് ഫോർ സം ഓഫ് ദ കണ്ടസ്റ്റന്റ്സ് ഇപ്പോൾ ഉള്ളവര്. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പേടി തോന്നുന്നത് ഏതൊരു കണ്ടസ്റ്റന്റിന്റെ അടുത്താണ്? മറ്റേ പുള്ളിക്കാരി ജാസ്മിൻ. പാവ ഇറങ്ങി കഴിഞ്ഞിട്ട് ഷീ വിൽ ടേക്ക് സം ടൈം. തീർച്ചയായിട്ടും ഫുൾ അങ്ങ് മെസ്റ്റപ്പ് ആയി ഓൾറെഡി. അപ്പോൾ സോഷ്യൽ മീഡിയ ഹേറ്റ് ഒരു ഭാഗത്ത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പേഴ്സണൽ ഇഷ്യൂസിനെയും പുള്ളിക്കാരിയുടെ എഫക്റ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ അതിലുള്ളൊരു എന്താണ് ഇപ്പം അപർണയ്ക്ക് പറയാനുള്ളത്? അവിടെ പോയിട്ട് പെട്ടെന്ന് നാട്ടിലുള്ള എല്ലാം മറന്ന് അവിടെ പോയി ഓക്കെ ഫൈൻ, ഇവിടെ ഞാൻ ഇനി ഇങ്ങനെ ജീവിക്കാം എന്ന് തീരുമാനിക്കുന്നവരുടെ അടുത്ത് പറയാനുള്ളത്? സോറി, മനസ്സിലായില്ല. ഓക്കെ, അതായത് ഇപ്പൊ നമുക്ക് ഫാമിലി ഉണ്ട്, ഇപ്പം മേ ബി ഹസ്ബൻഡ്, വൈഫ്, അല്ലെങ്കിൽ അതൊക്കെ വിട്ടിട്ട് ഉള്ളിലേക്ക് പോകുന്നവര് എല്ലാം വിട്ട് ബോയ് ഫ്രണ്ട് കാര്യങ്ങളുണ്ടാവും. അപ്പൊ അവിടെ പോയി പക്ഷെ പെട്ടെന്ന് വേറെ ആൾക്കാരെ കാണുന്നു, അടുപ്പം കാണിക്കുന്നു. അപ്പൊ ബദൻ ഇവരറിയുന്നില്ല പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ, അതിനെ എഫക്ട് ചെയ്യുന്നതോ അത് ബ്രോക്കൺ ആവുന്നതോ. അപ്പം അതിനെ പറ്റിയിട്ട് ഇനി പോവാനുള്ളവരോ ഇനി ഓൾറെഡി ഉള്ളവർക്ക് എന്തെങ്കിലും പറയാം? നമ്മളെല്ലാരും ഹ്യൂമൻസ് ആണ്. അപ്പൊ ഹ്യൂമൻ ലൈഫിൽ നമുക്ക് എത്തിക്സ് ഉണ്ട്. നമുക്ക് റൈറ്റ് ഫ്രം റോങ് തിരിച്ചറിയാൻ അതൊരു കഴിവാണ്. അപ്പോൾ ട്രൈ ടു ഹേർട്ട് ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് പീപ്പിൾ ആണ് എൻ്റെ ലൈഫിലൊരു വഴി. സോ ഐ ഹോപ്പ് ലൈക്ക് പോകുന്നവർക്ക് ആ ഒരു ലെറ്റ് മീ ട്രൈ നോട്ട് ടു ഹേർട്ട് അറ്റ്ലീസ്റ്റ്. നമ്മൾ നല്ല കാര്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നോട്ട് ടു ഹേർട്ട് ശ്രമിക്കാൻ നോക്കാം. പക്ഷെ എനിക്കറിയാം ഫെയിമിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ കയറുന്നതും. ഡ്രാമ ഒക്കെ വേണമല്ലോ, കോണ്ടന്റ് വേണം. സോ കോണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പലവരും പലതും ചെയ്യും. ബട്ട് നമ്മളെ എത്തിക്സ് എപ്പോഴും മനസ്സിൽ ഓർക്കണം, അത്രേ ഉള്ളൂ. അതാണ് മെയിൻലി. ഫുൾ കഥ നമ്മൾ അവിടെ പറയണം അല്ലേ ബിഗ് ബോസിൽ? നമ്മളെ ലൈഫ് സ്റ്റോറി പറയണം. അപ്പം അതിന്റെ ഇടയിൽ യു ടോക്ക്ഡ് അബൌട്ട് യുവർ മാരേജ് ആൻഡ് എവറിതിങ്. അപ്പം എത്രത്തോളം നമ്മുടെ നാട്ടുകാർ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് പേഴ്സണലി ഒരുപാട് ആൾക്കാരെ അറിയാം ഈ LGBTQ കമ്മ്യൂണിറ്റി കാര്യങ്ങളും ഫോളോ ചെയ്യുന്നത് കാരണം ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുന്നതായിട്ട്. അപ്പൊ അങ്ങനെ എപ്പോഴെങ്കിലും അപർണയ്ക്ക് ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ബിക്കോസ് യു ആർ മാരീഡ് ടു എ വുമൺ? I think like I'm very privileged because I come from a different culture where ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി അക്സെപ്റ്റഡ് ആണ്, ഓൾറെഡി നാച്ചുറൽ ആണ്. എനിക്ക് തോന്നുന്നു ഇനി കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഈ നമ്മളെ നാട്ടിലും അത് ഒരു അക്സെപ്റ്റൻസ് ലെവലിലേക്ക് എത്തുന്നത്. പക്ഷെ ഞാൻ ഓൾറെഡി ഒരു അക്സെപ്റ്റിംഗ് കൾച്ചറിൽ നിന്ന് വന്നത് കൊണ്ട് എനിക്ക് അത്രയും നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടില്ല. പക്ഷെ ഫോർ എക്സാമ്പിൾ അശ്വിൻ ബിഗ് ബോസിൽ നിന്ന് ഔട്ടായി ഇറങ്ങിയപ്പം ഒരുപാട് കഷ്ടപ്പെട്ട്. ഹി ലോസ്റ്റ് ഹിസ് ജോബ്, ഹി ലോസ്റ്റ് ഹിസ് ഹൗസ്, അതൊക്കെ നഷ്ടപ്പെട്ട് ബിക്കോസ് ഹി വാസ് ജസ്റ്റ് ബീങ് ഹിംസെൽഫ്. what did he do that was wrong? ജസ്റ്റ് അവന്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞു, എന്നിട്ടാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചത്. സോ ഒരുപാട് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ റൈറ്റ് ടു മീ എൻ്റെ ഇൻസ്റ്റഗ്രാം വഴി, എന്നിട്ട് പറയുമ്പോൾ ചേച്ചി താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് എ എക്സാമ്പിൾ. നമ്മളുടെ ഒരു റോൾ മോഡലായിട്ട് ആരുമില്ല, ഞാനും ഇങ്ങനെയാണ്. കുറച്ച് ധൈര്യം ചേച്ചി കാണിച്ച ധൈര്യം കാരണം എനിക്ക് എൻ്റെ അമ്മേനോട് തുറന്ന് പറയാൻ പറ്റി. അങ്ങനെ ഒരുപാട് മെസ്സേജസ് എനിക്ക് വരാറുണ്ട്. സോ ഐ ജസ്റ്റ് ലൈക്ക് ഐ വാണ്ട് ലൈക്ക് എൻ്റെ ഒരു എന്തെന്ന് പറഞ്ഞാൽ ഐ എം ജസ്റ്റ് മൈസെൽഫ്. അത് ആൾക്കാർക്ക് മനസ്സിലാവട്ടെ, ഞാനൊരു നോർമൽ ആളാണ്. ഞാൻ ജീവിക്കുന്ന പോലെ, നിങ്ങൾ ജീവിക്കുന്ന പോലെ തന്നെയാണ് ഞാനും ജീവിക്കുന്നത്. ഞാനൊരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ നല്ല കാര്യങ്ങൾ തന്നെയാണ് ഈ ലോകത്തിൽ വന്ന് ചെയ്യുന്നത്. ആനിമൽ വെൽഫെയർ ആയാലോ, എൻവയറമെന്റലിസം ആയാലോ, ടീച്ചിങ്, ആ ഒരു രീതിയിലാണെങ്കിൽ ഐ ട്രൈ ടു ബി ആസ് പോസിറ്റീവ് ആസ് പോസിബിൾ. സോ അത് നിങ്ങളെല്ലാം നിങ്ങൾ കുത്തും പറയുന്നവർ ആദ്യം ചോദിക്കണം, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഫോർ സൊസൈറ്റി? പോസിറ്റീവായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ. അതർവൈസ് വി ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു മറ്റവരെ താക്കാൻ. നമ്മൾ ആരാ മറ്റവരെ താക്കാൻ? ആ ഒരു റൈറ്റ് നമുക്കില്ല. എന്തുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് മനസ്സിലാവാത്തത് ദിസ് പാർട്ട് ഓഫ്
എനിക്ക് തോന്നുന്നു അൺഎഡ്യൂക്കേഷൻ നമ്മളെ കൾച്ചറുമായിട്ടുള്ള ഇറ്റ്സ് യെറ്റ് ടു ബി ഡിസ്കസ്ഡ്. നമ്മളെ എനിക്ക് തോന്നുന്ന സീസൺ 4 ഓഫ് ബിഗ് ബോസ് മുതലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ ഹൗസിൽ ഒരു നോർമൽ കോൺവെർസേഷൻ ആക്കി തുടങ്ങുന്നത്. നമ്മളെ സീസണിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ മമ്മൂക്കയുടെ പടം വന്നത്, കാതൽ പടം വന്നത്. അതൊക്കെ കഴിഞ്ഞ് ലൈക്ക് സോ കോൺവെർസേഷൻസ് ആർ സ്റ്റാർട്ടിങ് നൗ. ഇങ്ങനെയാണ് സൊസൈറ്റിക്ക് നമുക്കൊരു അറിവ്. വി ജസ്റ്റ് നീഡ് സം എഡ്യൂക്കേഷൻ, സം നോളജ്. ഇങ്ങനെ ഒരു കാര്യമുണ്ട് ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ ആൻഡ് ഓക്കെ. വാട്ട് ഈസ് റോങ്? People love each other. Love is love. അത്രേ ഉള്ളൂ. Regardless of who they are and who they love, everyone should be equal. എന്റെ മനസ്സിൽ അങ്ങനെയാണ്. മേ ബി ചിലപ്പോൾ അവർക്ക് അവരുടെ കുട്ടിക്കാലത്തിൽ സ്നേഹം കിട്ടാത്തത് കൊണ്ടായിരിക്കാം, ഓ അവരുടെ ഒരു ലാക്കിംഗ് കാരണമായിരിക്കാം അവർ മറ്റവർക്ക് ദുഃഖം കൊടുക്കുന്നത്. മീൻസ് മറ്റവർ താക്കുന്നത് മേ ബി ബിക്കോസ് ദേ ഡിഡ്ന്റ് ഫീൽ അക്സെപ്റ്റഡ് ഏതെങ്കിലും ഒരു രീതിയിൽ. ഇഫ് ദേ വാണ്ട് ടു ഡു സ്പോർട്സ്, അപ്പം അമ്മ പറഞ്ഞ സ്പോർട്സ് ചെയ്യേണ്ട, ഉടനെ ഒരു റിജക്ഷനായി. അതൊക്കെ കാരണം നമുക്ക് അറിഞ്ഞൂടാ. നമ്മളെ ലൈഫിൽ ഒരുപാട് ട്രോമവും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ കാരണമായിരിക്കാം ഇപ്പം മറ്റവരെ ഇങ്ങനെ പറയുന്നത്. അപ്പൊ നമുക്ക് പതുക്കെ സെഗ്മെന്റിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മുടെ സെഗ്മെന്റിന്റെ പേരാണ് വിസ്പർ ചലഞ്ച്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപർണ ഇവിടെ വരും, ഞാനും ശ്രീപത്തും ടീം. നമ്മളപ്പം ഇതെടുക്കും, എന്നിട്ട് അപർണയ്ക്ക് പാട്ട് പ്ലേ ഉണ്ടാവും നല്ല വോളിയത്തില്. ആൻഡ് വി വിൽ ആക്ട് ഔട്ട് ഇതിലത്തെ സംഭവങ്ങൾ. യു ഹാവ് ടു സേ. ഓക്കെ ഓക്കെ. ഇത് ജയിച്ചു കഴിഞ്ഞാൽ മൈൽ സ്റ്റോൺ വഴി ഒരു ഗിഫ്റ്റ് കിട്ടും. മാത്രമേ ഉള്ളൂ കേട്ടോ. മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ? മലയാളം വേർഡ്സ് ആണ്, മലയാളം പറയണം. പിന്നെ നടന വിസ്മയമാണ് ഇവിടെ ഇരിക്കുന്നത്, അവൻ അഭിനയിച്ച് കളിച്ചോളൂ. ഓക്കെ, ബാ സ്വാപ്പ് ചെയ്യാം. മോനോടെ പാട്ട് കൊടുത്തു വന്നാലും പതുക്കെ ചെറിയ ശബ്ദം ഉണ്ടാക്കിക്കോ. ഓക്കെ. ഒന്നും കേൾക്കുന്നില്ല. അത് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഓക്കെ ഓക്കെ. അപ്പം ശ്രീപത്ത് ഇതിന്ന് എടുത്തോളൂ, എന്നിട്ട് നമുക്ക് ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ടീച്ചറൊക്കെയാണ്, അപ്പം കുട്ടികൾ സംസാരിക്കണൊക്കെ മനസ്സിലാക്കുന്ന ആളാണ്. ഓക്കെ, പോട്ടെ. പക്ഷെ നമുക്ക് ജയിക്കാട്ടോ. കാണിച്ചു കൊടുക്കരുത് കേട്ടോ. പക്ഷെ മലയാളം വായിക്കാൻ അറിയില്ല, കുഴപ്പമില്ല. ഓക്കെ, നല്ല പാട്ട്. നമുക്ക് പറയാലോ. കൊഴുക്കട്ട പറഞ്ഞോ. കുരു, ഒരു 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 കൊഴു, ഒരു ഒച്ചത്തിൽ പറഞ്ഞോ. കൊഴു, ഒരു ഫുള്ള് പറ, ഫുള്ള് പറ. കാക്ക, 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 കോ, കോ, കൊക്കോ, കോ, കോ, രാ, രാ, മഴ, രാ, 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 കൊറ, കൊഴ, കട്ട, കൊഴ, കട്ട, കട്ട, കത്ത, കത്തയല്ല കട്ട, കത്ത, കത്ത, കൊഴു കട്ട, ഒരു കാത്ത, കൊഴു, ഒരു കൊഴു, 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 കൊഴുക്കട്ട, കൊൽക്കട്ട. ആണോ? എന്റെ ശബ്ദം കേട്ടാണോ ഇനി? എന്താ പറഞ്ഞേ? കൊല്ലല്ല, കോ, ഓ, കോ, കോ, കൊൽക്കട്ട, കോ, കൊൽക്കട്ട, കൊൽക്കട്ട, കോ, 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 രു, രാ, കൊഴ, 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 കൊഴു, കട്ട, കൊഴ, കട്ട, കൊഴുക്കട്ട, രു, കൊഴു, കൊഴു, കട്ട, കട്ട, കൊഴുക്കട്ട. ഓക്കെ, ഹൈ ഫൈ. ഓക്കെ, നമുക്ക് അടുത്തത് പോവാം. അതിന്റെ അർത്ഥം എന്താ? അയ്യോ, അത് നമ്മളുടെ മലയാളീസിന്റെ ഒരു ബോണ്ട പോലത്തെ ഒരു ഡിസേർട്ട് ആണോ? അല്ലല്ല, നമ്മള് ഒരു മുട്ട പോലുള്ള സാധനം, കളർ, ഉള്ളില് ശർക്കരയും തേങ്ങയൊക്കെ ഉള്ളെ. നമുക്ക് കഴിച്ചിട്ടുണ്ട്, പേരറിഞ്ഞൂടാ. ഓക്കെ, എടുത്തോ. ഫുഡാണോ അതില് ടോട്ടലി? ആയിരിക്കും. ഫുഡാണ്. ചപ്പാത്തി, ച, ച, പ, പ, ചപ്പ, തീ, ചപ്പാത്തി. ഓക്കെ, ഇത് എടുക്കാം. ഇത് രണ്ടെണ്ണം ഉണ്ട്. കപ്പ്,
അല്ലേ കപ്പ കപ്പ. കപ്പ കപ്പ ആ കപ്പ അതല്ലേ ആണോ? ആ കിട്ടിയേ കപ്പ കഴിഞ്ഞോ? ഇല്ല കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടെ ഉണ്ട്. പാട്ടുകാരിയാ, നമുക്ക് ഫുൾ പാട്ടിക്കാം. എടുത്തു എടുത്തോ? ബോണ്ട ബോണ്ട ബാ ബോണ്ട. ബോണ്ട. ആ ഓ പഠിച്ചു പോയി. കുറച്ച് വോളിയം താ. അയ്യോ കേക്കുണ്ടോ ഞങ്ങള് പറയണത്? ഇപ്പൊ ഞാൻ കേട്ട്. ഞാൻ പതുക്കെ പറയാം. ബോണ്ട നിക്കേ, ബീഫ് ബിരിയാണി. എനിക്ക് ആ ആ ബീഫ് ബിരിയാണി പതുക്കെ പറ. ബീഫ് 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 ആ ബിരിയാണി ബിരിയാണി. ആ ബീഫ് ബിരിയാണി. ആ അത് സിമ്പിൾ ആണല്ലോ, ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുപോകും. ആ അത് ഉറപ്പല്ലേ? ഗിഫ്റ്റ് കിട്ടി ഒരു ഷെയർ അടിക്കാം കേട്ടോ. കേക്കുന്നില്ല. ആ ഇത് കഴിഞ്ഞിട്ട് പറയാം. അതും കുഴപ്പമില്ല. ഉണ്ണി ഉണ്ണി ഊ ഉണ്ണി കുഞ്ഞ് ഉണ്ണി കുറി. ഉണ്ണിയപ്പം. ഉള്ളിയപ്പം. അപ്പം. ആ അപ്പം. ഉണ്ണിയപ്പം. ഉള്ളിയപ്പം. ഉണ്ണി ഉള്ളിയപ്പം. താ ഇട്ട ഉണ്ണിയപ്പം. ഉള്ളിയപ്പം. ഉണ്ണി ഉരുളിയപ്പം. ഉണ്ണിയപ്പം. ഉള്ളി പോടാ, അതൊന്നും മനസ്സിലായില്ല. ഉണ്ണിയപ്പം ഉണ്ടപ്പം. ഉണ്ണിയപ്പം. എന്തോരപ്പം. അപ്പം ഏതൊക്കെ തന്നെ. അപ്പം? ഊ, ഊ, ഇടിയപ്പമുണ്ട്. ഉത്തപ്പമുണ്ട്. ഊ, ഊ, ഊ ന, ത ന, ത ന, ത ന, ത ന, ത ന, ന ത ഉട്ട ന, ന ന, ന ന ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം. ആ. Yes. കഴിഞ്ഞല്ലോ? ഇല്ല, രണ്ടെണ്ണം കൂടി രണ്ടെണ്ണം ഉണ്ട്. കൂടെ. Am I very loud? A bit inside. എന്താ എന്താ ഊട്ട തന്നെ എത്ര മണിയെടുത്തു? പിന്നീട് ഉഴുന്നു വട. വട. ആ ഉഴുന്ന് ഉ ഉ രു ഉരു ഉരുണ്ട വട. ഉഴ ഴ ഉരുണ്ട. മഴ മഴ ബദ. ആ. ഉ ഉ ര ര ഴ ഴ ഡ ഉഴുന്ന് വട. ഉരുണ്ട വട. ആ ആ ഉഴുന്നു വട. ഉഴുന്ന് വട. ഉഴുന്ന് ഉരുന്ത് വട. അത് സെക്കൻഡ് വട അതല്ല, ശരിക്കും വന്നില്ല. ഉഴുന്ന് വട. ഉരുന്ത് വട. വട. മഴ. മഴ. ആ ഉഴുന്ന് വട. അയ്യോ ശരി തെറ്റിപ്പോയല്ലോ. ഉഴുന്ന് വട. ഉഴ ഴ മഴേന്റെ ഴ ഉഴുന്ന് വട. ഉരുന്ത് വട. തെറ്റാ. ഉ ഉ മഴ മഴ. ഴ ഴ ഴ ഉഴ. ഉഴുന്ന് വട. ഉഴുന്ത വട. ഉഴുന്ന് ന്ന്. ഉഴുന്ന് ഉഴുന്ന് ഉഴുന്ത് ഉഴുന്ന് ഉഴുന്ത് ഉഴുന്ത് ന്ന് ന്ന്. ഉഴുന്ത് ഉഴുന്ന്. ഉഴുന്ത് ന് 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 മൂന്നാർ മൂന്ന് ന ത ന ന ന ന ആ ആ ഉഴുന്ന് ഉഴുന്ത് ഉഴുന്ന് ഉഴുന്ന് ആ ഉഴുന്ന് വട വന വട ആ ഉഴുന്ന് വട ഉഴുന്ന് വട. കുഴിക്കോ. ഉഴുന്ന് ഉഴുന്ന് വട. ഉഴുന്ന് വട. അത് പറഞ്ഞു ഉഴുന്ന് വട. അല്ലടാ ഉഴുന്ത വട എന്നാ പറഞ്ഞത്. ഉഴുന്ന് വട. ഉഴുന്ന് വട. ആ കുഴപ്പമില്ല, അത് പറയാൻ പറ്റും. ഒന്ന് ലാസ്റ്റ് വണ്ണും കൂടെ ഉണ്ട്. അടിച്ചോ ധൈര്യത്തോടെ അടിച്ചോ. ചെവി മാത്രം പൊത്താതെ അടക്കി. എന്റെ അമ്മോ കള്ള് കഞ്ഞി. ഇതിനുള്ള ഇങ്ങനെ കിട്ടാ കടലക്കറി. ലാ ലാ കല്ല് കല്ല് കല്ല്. ഇപ്പൊ പാട്ട് വരുന്നില്ല. കള്ള് 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 കല്ല് പാട്ട് കല്ല്. പറയായില്ല. ആ ഓക്കെ കഴിഞ്ഞു. കഴിഞ്ഞോ? അപ്പൊ ഗിഫ്റ്റ് അപ്പം അടിപൊളിയായിട്ട്
നിങ്ങൾ രണ്ടുപേരും പെർഫോം ചെയ്തു. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് മൈൽ സ്റ്റോൺ തരുന്നതായിരിക്കും. ഗിഫ്റ്റിന്റെ പകുതി ഷെയർ എനിക്കാണ്. അത് ശരിയാണ്. ആബ്സല്യൂട്ട്ലി ശിവത്തുള്ളതുകൊണ്ട് ഫുൾ എടുത്തതേ മാത്രമാണ് അല്ലെങ്കിൽ കുറച്ച് എനിക്ക് വേണം. അപർണ്ണ വിജയിച്ചത്. 100%. ഓക്കെ, അപ്പൊ എന്തായാലും രണ്ടുപേരോടും സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം. ഹാഡ് റിയൽ ഗുഡ് ഫൺ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ മൂവി മോണിക്ക ഒരു AI സ്റ്റോറി. Thank you so much. Thank you. Bye bye. Bye.